നമ്മുടെ സ്പീക്കർ ബോക്സിനുള്ളിൽ കാണപ്പെടുന്ന ഒരു ചെറിയൊരു സർക്യൂട്ടാണിത്. ഇതിൽ ക്രോസ് ഓവർ നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഒരു ബോക്സിൽ ഒരു ട്യൂട്ടറും അതുപോലെ തന്നെ ഒരു മിഡ് റേഞ്ച്, ഒരു സ്പീക്കർ, ഇങ്ങനെയൊക്കെ വരുന്ന ബോക്സുകളുണ്ടാവും. അപ്പോൾ ഈ ബോക്സ് 3-വേ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതുപോലെ 2-വേ നെറ്റ്വർക്ക് നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 3-വേ ക്രോസ് ഓവർ നെറ്റ്വർക്കാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ബോക്സിനുള്ളിൽ വരുന്ന ട്യൂട്ടർ, വൂഫർ, മിഡ് റേഞ്ച് ഇങ്ങനെ തുടങ്ങിയുള്ള സാധനങ്ങളിലേക്ക് വ്യത്യസ്തമായ ഫ്രീക്വൻസികളെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ക്രോസ് ഓവർ നെറ്റ്വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോ റേഞ്ച് ഫ്രീക്വൻസി നമുക്ക് വൂഫറിലേക്ക് ആവശ്യമായത് ഈ ബോർഡിലൂടെ ഫിൽട്ടർ ചെയ്ത് പോകുന്നതാണ്. അതുപോലെ തന്നെ മിഡ് റേഞ്ചിന് ആവശ്യമായ ഫ്രീക്വൻസി, മീഡിയം ലെവലുള്ള ഫ്രീക്വൻസി മിഡ് റേഞ്ചിലേക്കും ഈ ബോർഡ് ഫിൽട്ടർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്യൂട്ടറിലേക്ക് ഹൈ ഫ്രീക്വൻസി ഔട്ട്പുട്ടായിരിക്കും ചെല്ലുന്നത്. നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഔട്ടെല്ലാം ഒരു മിക്സ്ഡ് ഔട്ടായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി ഇങ്ങനെ വേർതിരിച്ച് നമ്മുടെ ബോക്സിനുള്ളിൽ വേണ്ട സ്പീക്കറുകളിലേക്ക് ഈ ക്രോസ് ഓവർ നെറ്റ്വർക്കിലൂടെ അതിൻ്റെ ഫ്രീക്വൻസികൾ കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ പെർഫോമൻസും നമുക്കൊന്നറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിലാണ് ഇതിൻ്റെ ക്രോസ് ഓവർ നെറ്റ്വർക്ക് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ബോക്സ് അഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു റെഡ് ബ്ലാക്ക് വയർ കാണാൻ സാധിക്കും. അത് ആംപ്ലിഫയറിൽ നിന്ന് ഡയറക്റ്റ് വൂഫറിലേക്ക് വരുന്ന വയറാണ്. പിന്നെ ഇവിടെ നിന്നൊരു ബ്രൗണ്, ബ്ലാക്ക് ഒരു ചെറിയ വയർ ട്യൂട്ടറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ വയറുകളെല്ലാം നമുക്കൊന്ന് ആദ്യം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ റെഡും ബ്ലാക്കും കൂടി ഈ ക്രോസ് ഓവറിൻ്റെ ഇൻപുട്ട് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊടുക്കണം. ഒന്ന് റെഡ് ഇൻപുട്ടിലേക്കും ബ്ലാക്ക് കോമൺ എന്ന് എഴുതിയ പിന്നിലേക്കുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കോമൺ ബ്ലാക്കിലേക്കും റെഡ് ഇൻപുട്ടിലേക്കും കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിനകത്ത് ട്യൂട്ടർ എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്. അതിലേക്ക് ട്യൂട്ടറിൻ്റെ ഒരു പോസിറ്റീവ് വയർ നമ്മൾ സോൾഡർ ചെയ്തെടുക്കണം. ട്യൂട്ടറിൻ്റെ നെഗറ്റീവ് കോമണിലേക്കും കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് കോമണിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവ് ഏതിൻ്റെതാണോ അത് ആ എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്യൂട്ടറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് വൂഫറിൻ്റെയാണ്. പിന്നെ വൂഫറിനൊരു വയർ നമ്മളിവിടെ നിന്ന് സോൾഡർ ചെയ്തെടുക്കുകയാണ്. വൂഫറിൻ്റെ പോസിറ്റീവ് എടുത്തു, ഇനി നെഗറ്റീവ് ഈ വയറിൽ നിന്നാണ് എടുക്കേണ്ടത്, കോമണിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വൂഫറിൻ്റെ വയറൊന്ന് സോൾഡർ ചെയ്തെടുക്കണം. അതിൻ്റെ നെഗറ്റീവ് ഈ ബ്ലാക്ക് കോമൺ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് വൂഫറിൻ്റെ നെഗറ്റീവും കൊടുക്കണം. അപ്പോൾ ഇതിൽ മിഡ് റേഞ്ച് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പിന്നുണ്ട്. അപ്പോൾ മിഡ് റേഞ്ച് ഈ ബോക്സിന് ആവശ്യമില്ല. കാര്യം ഈ ബോക്സ് 2-വേ ആയിട്ട് വർക്ക് ചെയ്യുന്ന ബോക്സാണ്. ഇതിൽ മിഡ് റേഞ്ച് ഇല്ല, ഒരു ട്യൂട്ടറും ഒരു വൂഫറും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വൂഫറിൻ്റെ വയർ പോസിറ്റീവ് ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അതിൻ്റെ നെഗറ്റീവ് കോമണിലേക്കും സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ വൂഫറിൻ്റെ കണക്ഷനും ഇവിടെ ആകുന്നതാണ്. ഇപ്പോൾ ട്യൂട്ടറും ഇൻപുട്ടും കറക്റ്റ് ലൈൻ ഇവിടെ ആയിക്കഴിഞ്ഞു. ഇനി വൂഫർ നമ്മൾ ഇവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. വൂഫറിൻ്റെ പോസിറ്റീവ് വയർ ഇവിടെ നിന്ന് സോൾഡർ ചെയ്തെടുത്തു. നെഗറ്റീവ് ബ്ലാക്ക്, അതുപോലെ തന്നെ കോമൺ എന്ന് പറയുന്ന ആ ലൈനിലേക്ക് കണക്ട് ചെയ്തു. വൂഫറിൻ്റെ നെഗറ്റീവ് നീല വയറാണ്, പോസിറ്റീവ് ഒരു ബ്രൗൺ വയറായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വയറിംഗ് കണക്ഷനുകളൊക്കെ കഴിഞ്ഞു. കേബിൾ ടൈയൊക്കെ ഉപയോഗിച്ച് വയർ നല്ലപോലെ വൃത്തിയായിട്ട് നമ്മളൊന്ന് കെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ ക്രോസ് ഓവർ നമ്മുടെ ബോക്സിലേക്കൊന്ന് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വൂഫർ ഫിറ്റ് ചെയ്ത് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം.